ഹായ് everyone, welcome to my new video. അപ്പോൾ ഒരു ചെസ്റ്റ് ഡേക്ക് ശേഷമുള്ള ഒരു വർക്കൗട്ട് കാണാൻ പോകുന്നത്. ഇന്ന് ഷോൾഡർ ചെയ്യുന്നത്. ചെസ്റ്റ് ഡേയിൽ ഞാൻ ഷോൾഡർ ചെയ്തിട്ടില്ല. സോ ഇന്ന് ഷോൾഡേഴ്സ് പുഷിംഗ് മൂവ്മെന്റ്സ് ഒന്നുമില്ല, പുള്ളിംഗ് മൂവ്മെന്റ്സ് മാത്രം. അതായത് ഫേസ് പുള്ള് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ റിയൽ വെൽറ്റിന് 2 വേരിയേഷൻസ് ചെയ്യാനുള്ള പ്ലാൻ ഉള്ളത്. പിന്നെ ലാറ്റർ റൈസ്, അങ്ങനെ കുറച്ച് പ്ലാനിങ്സ് ആണ്. പുഷിംഗ് മൂവ്മെന്റ്സ് ഒന്നും ഷോൾഡേഴ്സ് കൊടുക്കുന്നില്ല. സോ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വർക്കൗട്ട് വരുന്നത്. ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല പ്രോപ്പറായി വരുന്നുള്ളൂ. എല്ലാം മെല്ലെ മെല്ലെ കാണിക്കാന്ന് പറയുന്നുള്ളൂ. പക്ഷെ കാണിച്ചിട്ട് തരെ എന്തായാലും കാണിക്കാം, പേടിക്കണ്ട. പിന്നെ കുറച്ച് പരിപാടികളിലൊക്കെ ആയിട്ട് ബിസിയാണ്, അതുകൊണ്ട് മാത്രം. പിന്നെന്താ, വർക്കൗട്ട് വേണ്ടവർ ഫോളോ ചെയ്യാം, ചെയ്യുന്നില്ല ചെയ്യണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കൗട്ട് ഫോളോ ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. മീൻസ് എന്താ പറയുക, അത്ര ബേസിക് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് റീഡിസൈൻ ചെയ്തിട്ടാണ് പല സമയത്ത്. ഇപ്പോൾ കറണ്ട് എനിക്കൊരു വർക്കൗട്ട് പ്ലാൻ എന്ന് പറഞ്ഞ രീതിയിലൊന്നും ഇല്ല, ചെയ്ത് സെറ്റ് ആകുന്നുള്ളൂ. പിന്നെ അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് റിക്കവറി മാത്രം പ്രോപ്പർ ആകുന്നില്ല. സോ ആ ഒരു ഇഷ്യൂ കൊണ്ട് തന്നെ ഞാൻ ആ റിക്കവറി ആവുന്ന രീതി അനുസരിച്ചിട്ടാണ് വർക്കൗട്ട് ചാർട്ട് ചെയ്യുന്നത്. ചില സമയം മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഈ മാർച്ച് മാസം ഇങ്ങനെ തന്നെ പോട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആപ്പിൾ തൊട്ടിട്ട് എല്ലാ രീതികൊണ്ടും പ്രോപ്പർ ആയിരിക്കും. അതായത് ആപ്പിൾ ആണ് ഞാൻ ബിഗിനിങ് ശരിയായ ആ ഒരു വിൻഡോയിലേക്ക് നടക്കാൻ പോകുന്നത്. സോ അതുവരെയുള്ളത് ഒക്കെ ട്രയലാണ്. ട്രയൽ റൺ മീൻസ് എന്താ പറയുക, എൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാടധികം ഫാറ്റ് എനിക്ക് ഇപ്പം കയറ്റാൻ പറ്റത്തില്ല. ഇപ്പം നല്ല ഒരിക്കലും കയറ്റാൻ പറ്റത്തില്ല. എനിക്ക് അതിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. സോ അത് പ്രകാരമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇരിക്കുന്നത് റിയൽ വെൽറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാന്ന്. ഞാൻ എപ്പോഴും ലാറ്ററൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിയർ ആണോ എന്തോ ആണോ നല്ല ആഗ്രഹമുണ്ട്. സോ പെഗ്ഡക്കിലും പിന്നെ ക്യാബിളിലും മാറി പെഗ്ഡക്കിൽ 2 സെറ്റ് ചെയ്യുക, പിന്നെ ഈ ക്യാബിളിൽ 2 സെറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ 3 സെറ്റ് എന്ന രീതിയിൽ അത് നോക്കി ചെയ്യാം, ഏതാ കുറച്ചും കൂടെ കംഫർട്ട് എന്ന രീതിയിൽ. അപ്പോൾ സ്റ്റാർട്ടിങ് റിയൽ വെൽറ്റിനാണ് ഞാൻ കൊടുക്കുന്നത്, ശേഷം ഞാൻ ലാറ്ററൈസ്. സോ കുറച്ചും കൂടെ ലാറ്ററൈസ് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഓൾറെഡി ജോയിന്റ് വാമായില്ലേ. സോ കുറച്ചുകൂടി ഈസി ആയിട്ട്, ഇഞ്ചുറി ഫ്രീ ആയിട്ടും, പിന്നെ അധികം പെയിൻ ഇല്ല. എനിക്ക് എപ്പോഴും ചെയ്യുമ്പോൾ ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യും അടുത്ത ഷോൾഡേഴ്സിന്. സോ അത് ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഞാനപ്പോൾ റിയൽ വെൽറ്റിനെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. സിംഗിൾ ആകുമ്പോൾ വെച്ച് ചെയ്യാം, അതായത് കുറച്ചുകൂടെ ബെറ്റർ. ഗൈസ്, ബൾക്കിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പല ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഗെയിമിങ് സമയത്ത് കഴിക്കാൻ പറ്റിയ ഫുഡ് എന്താ. ഇപ്പോൾ പല ആൾക്കാരും തപ്പിപ്പോയപ്പോഴും പ്രോട്ടീൻ ഷേക്സ് അങ്ങനത്തെ വെക്കുക. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നല്ല രീതിയിൽ ചിക്കനും റൈസും കഴിക്കുക. സോ അതിലപ്പുറം ഒരു നല്ലൊരു സാധനം ഒന്നും നമുക്ക് തോന്നുന്നില്ല. കാരണം റൈസ് എന്ന് പറയുന്നത് ഒരു പ്യൂറായിട്ടൊരു കാർബ് സോസാണ്, ഭയങ്കര ക്വാളിറ്റിയാണത്. അതുപോലെ തന്നെ ചിക്കൻ എന്ന് പറയുന്നത് പക്ക പ്രോട്ടീൻ സോസാണ്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ കിട്ടുന്ന ഹെൽത്ത് മാർക്കേഴ്സ് എപ്പോഴും നല്ല രീതിയിലായിരിക്കും. നിങ്ങൾ ഓവറോൾ ടോട്ടൽ ഹെൽത്ത് അടിപൊളിയായിട്ട് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഗെയിനിങ്സും ഒരു സംശയമില്ലാണ്ട് നല്ല നീറ്റായിട്ടുള്ള ഗെയിനിങ്സ് ആയിരിക്കും. എനിക്കെപ്പോഴും നിങ്ങളുടെ കലോറീസ് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. സോ അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യാം ചിക്കൻ റൈസ്. അതിലപ്പുറം വേറെ ഒന്നും കണ്ടത് തന്നെ ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്നേ ഉള്ളൂ. ഓക്കെ, ചാനലിൻ്റെ വർക്കൗട്ടിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഡ്രോപ്പ് സെറ്റ് ചെയ്താക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സെറ്റ്സ്, പിരമിഡ് സെറ്റ്സ്, പിന്നെ കണ്ടമാനം ജങ്ക് വോളിയം വർക്കൗട്ട്സ് എല്ലാം ആഡ് ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട്. അതായത് ഒന്ന് അളമ്പായി കിടന്നാൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു ഡ്രോപ്പ് സെറ്റ് പോലും ചെയ്തിട്ടില്ല. സോ ഇപ്പോഴാണ് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ബോഡി എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് എനിക്കൊന്നും അറിയണം. പ്രത്യേകിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല, എന്നാലും ഒരു ഭ്രാന്ത് നോക്കട്ടെ. റീസൺ ഒന്നുമില്ല, കാരണം ഓൾറെഡി കളർ സർഫസിലേക്ക് കയറിയിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞ പോലെ തോന്നുന്ന പോലെ എടുത്ത് പൂശാനുള്ള ഒരുവില്ല, ബട്ട് ഡീസൻ്റ് ആയിട്ട് അതങ്ങനെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുമെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കൂടെ അത് കാണിച്ചു തരാം ഏത് രീതിയിലാണ് ഞാൻ ഡ്രോപ്പ് സെറ്റ്സ് എവിടെയൊക്കെ ആഡ് ചെയ്യാൻ പോകുന്നതും അങ്ങനെയൊക്കെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഞാൻ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരാം. സോ എങ്ങനെയാണ് ഇത് പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നാട്ടിലെ പിള്ളേരൊക്കെ ഞാൻ റീസെൻ്റ്ലി പോയ സമയത്ത് കാണുന്നത് വെച്ചാൽ ചുമ്മാ എല്ലാവരും ഡ്രോപ്പ് സെറ്റ് എന്താ പറയുക, എവിടെ കണ്ടാലും ഡ്രോപ്പ് സെറ്റ്. സോ പിള്ളേർ ആയിരിക്കുന്ന വെച്ചാൽ ഈ ഡ്രോപ്പ് സെറ്റ് അടിച്ചാൽ മസിലങ്ങ് കളഞ്ഞങ്ങ് വളരുന്ന രീതിയിലാണ്. ആക്ച്വലി അവർ ഡ്രോപ്പ് സെറ്റ് പോലും അല്ല അടിക്കുന്നത്, പ്രോപ്പറായിട്ടുള്ള ഡ്രോപ്പ് സെറ്റ് അല്ല. പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രോപ്പ് സെറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ആ മസിൽ റിക്കവർ കിട്ടാൻ തന്നെ കുറച്ച് സമയം പിടിക്കും. അത്രയും ഇൻറ്റൻസ് ആണ് സാധനം, അത് ബ്രൂട്ടലാണ്. സോ പിള്ളേരിങ്ങനെ ചില ഇൻഫ്ലുവൻസസ് വന്നിട്ട് ഓക്കെ ഇങ്ങനെ ഒരു വർക്കൗട്ട് ഉണ്ട്, ഡ്രോപ്പ് സെറ്റ് ചെയ്താൽ മസിൽ വണ്ണം വെക്കും, സോ എല്ലാ പിന്നെ സൂപ്പർ സെറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ സാധനത്തെ പരിചയപ്പെട്ട് കൊടുക്കും. അപ്പോൾ ഇവർ എക്സൈറ്റ്മെൻറ്റ് പുറത്ത് കയറി ചെയ്യാൻ തുടങ്ങും. അതും തന്നെ പ്രോപ്പർ ആയിരിക്കത്തില്ല. സോ അത് പിള്ളേരെ പണ്ട് കാര്യമില്ല, പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ് വിചാരിക്കാം. സോ അപ്പോൾ അങ്ങനെ അറിയാത്ത ആൾക്കാർക്കൊക്കെ വീഡിയോ ത്രൂ ഹെൽപ്ഫുൾ ആവട്ടെ. ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്ലൈ ഡ്രോയിങ് ആണ്. ഇതൊരു 3 to 4 സെറ്റ്സാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ലാറ്ററൈസ് ഞാൻ ചെയ്യുന്നില്ല ഇന്ന്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ട് അപ്ലൈ ഡ്രോയിങ് ചെയ്യുന്നത്. സോ ഇതിൽ നിങ്ങൾ ലാറ്ററായിട്ട് പറയാനുണ്ടാവും, കൂടെ ട്രാപ്സും കൂടെ ഇൻവോൾവ്. സോ ഞാനിത് കുറേ ചെയ്യാത്തത് ഇപ്പോൾ കുറച്ചൊരു 2 വീക്സ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വർക്കൗട്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് അവോയ്ഡ് ചെയ്തൊരു വർക്കൗട്ടാണ് അപ്ലൈ ഡ്രോയിങ്. ഇതെല്ലാവർക്കും നോട്ട് എ ഗുഡ് ചോയ്സ്, ബട്ട് ചിലർക്കിത് ഓക്കെയാണ്. വർക്കൗട്ട് എന്തായാലും ഒരു 4 വർക്കൗട്ട് മാത്രം ചെയ്തിട്ട് ഫിനിഷ് ചെയ്യാൻ തന്നെയാണ് പ്ലാന്. കൂടുതലായിട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞു ചെസ്റ്റ് ചെയ്തിട്ട് ഷോൾഡേഴ്സ് നല്ല രീതിയിൽ എന്താ പറയുക, അത് സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, അത്ര റിക്കവർ ആയിട്ടില്ല. പിന്നെ ട്രൈസെപ്സ് അതുപോലെ തന്നെ ചെസ്റ്റും. സോ അതുകൊണ്ട് ഞാൻ പുള്ളി മൂവ്മെൻറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഹിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ് വന്നത്. പിന്നെ നാളത്തെ വർക്കൗട്ട് വന്നിട്ട് ചെസ്റ്റ് ലെഗാണ്. സോ അപ്പോഴേക്കും അപ്പർ ബോഡി കംപ്ലീറ്റ്ലി ഒന്ന് റിലാക്സ് ആയി കിട്ടും. സോ ആ ഒരു പ്ലാനിലാണ് റിയൽ ഡൈറ്റും ലാറ്റർ ഹെഡും മാത്രം ഹിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യുന്ന വന്നത്. ഇന്നത്തെ വർക്കൗട്ട് ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആപ്സും കൂടെ ചെയ്ത് ക്യാബിൾ ക്രഞ്ചസ്. പിന്നെന്താ പോയിട്ട് മീലെടുക്കാം. അതിന് മുമ്പ് ഒരു വേ പ്രോട്ടീൻ ഷേക്കാണ്. ഇപ്പോൾ ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഗോൾഡ് സ്റ്റാൻഡേർഡാണ്. പൈസ ഒന്നും വാങ്ങിക്കാൻ പൈസ ഉണ്ടായിട്ടില്ല, ഫ്രണ്ട് കൂടെ തന്നെയാണ് പുറത്ത് വരുമ്പോൾ. പിന്നെ വേറൊരു കാര്യം, ഞാൻ കറൻ്റ് പ്രീ വർക്കൗട്ട് ക്രിയാറ്റിന് പോലത്തെ സാധനമെല്ലാം എടുക്കാനുള്ളൊരു പ്ലാനുണ്ട്. മെയിൻലി പ്രീ വർക്കൗട്ടും ക്രിയാറ്റിനോ. സോ കുറച്ചായി വേണമെന്ന് വിചാരിക്കുന്ന ഒരു 1.5 കൊല്ലത്തിന് മേലെ യൂസ് ചെയ്തിട്ട്. സോ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വാങ്ങിക്കാൻ ഒരു 1 വീക്കിനുള്ളിൽ വാങ്ങിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്താൽ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓക്കെ.